ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഏഞ്ചൽ മീഡിയയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന ദിവസം മംഗളവാർത്ത കാലത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന ദിവസം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമായി തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിനടുക്കൽ ദൈവത്തിൻ്റെ ദൂതുമായി കടന്നു വരുന്ന ഗബ്രിയേൽ ദൂതനെയും അവർ തമ്മിലുള്ള സംഭാഷണത്തെയും അതിനോടുള്ള പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രതികരണത്തെയുമാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക. ഇന്നത്തെ ഈ സുവിശേഷത്തിലൂടെ കടന്നു പോയപ്പോൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞ 2 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കേണ്ട ആഗ്രഹിക്കുകയാണ്. നമ്മളും ദൈവത്തിൻ്റെ ദൂതന്മാരായിട്ട് മാറാനായിട്ട് പരിശ്രമിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത. ഇന്നത്തെ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ ദൂത് അറിയിക്കുവാനായിട്ട് ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയോട് നേരിട്ട് പറയാമായിരുന്നൊരു കാര്യം ഒരു ദൂതൻ വഴി ദൈവം അവിടെ ചെയ്യുകയാണ്. പണി എളുപ്പമാക്കി തീർക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്കറിയാം, ഇന്നത്തെ ഈ സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിന് അണികളോട് അറിയിക്കാനുള്ള കാര്യം അത് ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടി അവരുടെ അസിസ്റ്റൻറ്റിനെ ഉപയോഗിക്കാറുണ്ട്. എന്ന് പറയുന്നത് പോലെ ഇന്നത്തെ സുവിശേഷത്തിൽ ദൈവം ഉപയോഗിച്ച അസിസ്റ്റൻ്റാണ് ഗബ്രിയേൽ ദൂതൻ. ഈ ഗബ്രിയേൽ ദൂതൻ ദൈവത്തിൻ്റെ ഹിതം ഈ മംഗളവാർത്തയായിട്ട് പരിശുദ്ധ കന്യകാമറിയത്തെ അറിയിക്കുന്നത് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. എന്ത് നല്ലൊരു ജോലിയാണല്ലേ! ദൈവത്തിൻ്റെ ഹിതം മറ്റുള്ള മുമ്പിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് എന്ത് നല്ലൊരു ജോലിയാണല്ലേ! നമുക്കും ഈ ഒരു ദൗത്യമുണ്ട് എന്നുള്ളതാണ് ഈ ഒന്നാമത്തെ ചിന്തയിൽ നമ്മൾ ധ്യാനിച്ചെടുക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ചിന്ത. എങ്ങനെയാണ് ദൈവത്തിൻ്റെ ദൂതനായിട്ട് അല്ലെങ്കിൽ ദൂതയായിട്ട് നമ്മൾ മാറുക? ദൈവത്തോട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുക എന്നുള്ളതാണ് അതിനുള്ള ഒന്നാമത്തെ പോംവഴി. ഏറ്റവും അടുത്ത വ്യക്തികൾക്ക് മാത്രമേ ദൈവത്തിൻ്റെ ഹൃദയം മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കും ഇന്നു മുതൽ ദൈവത്തോട് അടുത്തിടപഴകുന്ന അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള ഒരു സാന്നിധ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പരിശ്രമിക്കണം എന്നുള്ള ഒരു ചിന്ത ഈ ചിന്തയിൽ നിന്ന് നമ്മൾ ധ്യാനിച്ചെടുക്കണം. അതുപോലെ തന്നെ വിശ്വസ്തത. ദൈവം പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ദൈവം പറയുന്ന വ്യക്തികളുടെ, ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ടുള്ള ഒരു വിശ്വസ്തത, ദൈവത്തോടുള്ള വിശ്വസ്തത കൂടി നമ്മൾ പുലർത്തണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചു സക്രിയയുടെ ജീവിതത്തിലും അവിടുത്തെ താരവും ഈ പറഞ്ഞ ഗബ്രിയേൽ ദൂതനായിരുന്നു. ഗബ്രിയേൽ ദൂതനാണ് ദൈവത്തിൻ്റെ ഹിതം സക്രിയയുടെ മുമ്പിലും അവതരിപ്പിച്ചത്. ദൈവത്തോട് എപ്പോഴും വിശ്വസ്ത പുലർത്തുന്ന വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മറ്റുള്ള മുമ്പിൽ അവതരിപ്പിക്കാനുള്ള അവസരം ദൈവം നൽകുമെന്നും നമ്മൾ ഇതിൽ നിന്ന് ധ്യാനിച്ചെടുക്കണം. അപ്പോൾ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ ചിന്തയിൽ നമ്മൾ ധ്യാനിച്ചെടുക്കേണ്ടത് ദൈവവുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിച്ച് ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ദൈവത്തിൻ്റെ നല്ല വാർത്തകൾ മറ്റുള്ളവർ മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത. ഇനി രണ്ടാമത്തെ ചിന്ത ഇപ്രകാരമാണ്: ദൈവത്തിനൊന്നും അസാധ്യമല്ല. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 37-ാമത്തെ വാക്യം, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ആ ഒരു വചനം, അതൊരു വചനമാണ്. ആ വചനത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന കാര്യം ഓർത്ത് നോക്കുക. ദൈവത്തിനൊന്നും അസാധ്യമല്ല. സക്രിയയുടെയും എലിസബത്തിൻ്റെയും ജീവിത സായാഹ്നത്തിൽ അവർക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ച ദൈവം, പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് എല്ലാവിധ സൗഭാഗ്യങ്ങൾ നൽകി അവരെ അനുഗ്രഹിച്ച യഹോവ, ഈ ദൈവത്തോട് തന്നെയാണ് നമ്മളും പ്രാർത്ഥിക്കുക. ആ ദൈവം എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നടത്തിത്തരും, അല്ലെങ്കിൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ടാണ് ഈ രണ്ടാമത്തെ ചിന്ത നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, ഞാനും നിങ്ങൾ ഓരോരുത്തരും അസാധ്യമെന്ന് കരുതി വച്ചിരിക്കുന്ന ഓരോ ചിന്തകളും ഓരോ പ്രാർത്ഥനകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ദൈവത്തിന് സാധ്യമാണ് എന്ന ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ ചിന്ത നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് പറയുമ്പോഴും നമ്മുടെ ഭാഗത്തു നിന്ന്, ഒരു വിശ്വാസിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? ഇന്നത്തെ സുവിശേഷത്തിൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ ശേഷം പരിശുദ്ധ അമ്മ ഗബ്രിയേൽ ദൂതനോട് അല്ലെങ്കിൽ ദൈവത്തോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? ഇതാ കർത്താവിൻ്റെ ദാസ്, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ദൈവഹിതത്തിന് പൂർണ്ണമായി വിട്ടുകൊടുക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലാണ് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക. കൃപ നിറഞ്ഞവളെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അവളെ അഭിസംബോധന ചെയ്യുന്നതായിട്ട് സുവിശേഷത്തെ നമ്മൾ കാണുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ എല്ലാ ഹിതങ്ങളും നിറവേറ്റി ദൈവത്തിൻ്റെ അഭിഷേകത്തിൽ നിറങ്ങുന്ന, ഫുൾ ഓഫ് ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിലേക്കാണ് വലിയൊരു മംഗളവാർത്ത ദൈവം കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ സാധ്യമാക്കുവാനായിട്ട് നമുക്കും വേണ്ടത് ഈ കൃപയിലുള്ളൊരു വളർച്ചയാണ്. കൃപയിൽ വളരുവാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. 25 നോമ്പിൻ്റെ കാലഘട്ടങ്ങളാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ നമ്മുടെ സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, നമ്മുടെ ജീവിതശൈലിയിലൊക്കെ മാറ്റങ്ങൾ വരുത്താനായിട്ട് കഴിഞ്ഞ 1-ാം തീയതി മുതൽ നമ്മൾ പരിശ്രമിക്കുകയാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പാകപ്പിഴകളൊക്കെ വീണ്ടും വന്നു പോയിട്ടുണ്ടാവാം. എങ്കിലും നമ്മൾ ഒരു ശ്രദ്ധ,
നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഗ്രേസ് നിറഞ്ഞിരിക്കുവാനുള്ള ഒരു ശ്രദ്ധ കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ ചിന്തയിൽ നിന്ന് നമ്മൾ ധ്യാനിച്ചെടുക്കേണ്ട കാര്യം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കൃപ നിറഞ്ഞു നിൽക്കുമ്പോൾ, ദൈവത്തിന് മുമ്പിൽ എപ്പോഴും ആമേൻ പറഞ്ഞു നിൽക്കുമ്പോൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ സാധ്യമാക്കി തരും. അപ്പോൾ ഈ രണ്ട് ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ രണ്ട് ചിന്തകൾ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.